കൊന്നത്. നിങ്ങൾക്കറിയോ, എൻ്റെ മോളെ, എൻ്റെ പൊന്നുമോളെ ഞാനാ കൊന്നത്. മാനസദസ്സിന് വന്ദനം. നിയമം മൂലം നിരോധിച്ചിട്ടും അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായി ഇപ്പോഴും നിലനിൽക്കുന്ന സ്ത്രീധനം എന്ന മഹാവിപത്ത്, അതുമൂലം കുറച്ചു മാസങ്ങൾക്ക് മുന്നേ മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. എന്താ മോളെ നീ പറയുന്നത്? ഉമ്മാക്കു കേൾക്കാൻ വയ്യ. എന്താ ഹഫ്സ, എന്താണ്? ദേ നോക്ക ഹംസക്ക, അവൾ ഞങ്ങോട്ട് പോകുന്നില്ലെന്നാ പറയുന്നേ. നമ്മളിനി എന്താ ചെയ്യാ? മോള് പറയണേലും കാര്യമുണ്ട് ഹഫ്സ. നമ്മുടെ കുട്ടി ആകെ വിഷമിക്കുന്നുണ്ട്. നമ്മളല്ലാതെ വേറെ ആര് മനസ്സിലാക്കാൻ അവളുടെ വിഷമങ്ങള്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കെ, അവരോടെല്ലാം പറഞ്ഞു തീർത്തതാ. ജീവിതമാകുമ്പോൾ ഇങ്ങനൊക്കെ തന്നെയാ, നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അന്ന് വൈകുന്നേരം, ഓ നീ നിന്റെ വീട്ടിൽ പോയി വന്നോ? എന്ത് പറഞ്ഞ് നിന്റെ വീട്ടുകാര്? ഇക്ക ഇരിക്കുന്ന വെള്ളം എടുക്കാം. നീ എന്നെ അങ്ങനെ ഇരുത്താനും നോക്കണ്ട. നീ നിന്റെ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞ കാര്യം ചോദിച്ചോ? ചോദിച്ചു. ഉപ്പ ഒന്നും പറഞ്ഞില്ല. പറയില്ലടി, പറയില്ല. തെണ്ടിത്തരം കാണിക്കുന്നതിനൊക്കെ എന്ത് പറയാനാ? എനിക്കൊന്ന് വാങ്ങി തന്നൊരു കാറ് എന്തിന് കൊള്ള? ഇനി വാങ്ങിത്തരാന്ന് പറഞ്ഞ് നാളെത്രയായി? ബാക്കിന് സ്ഥിരത വേണ്ടേ? എൻ്റെ വീട്ടുകാരെ കുറ്റം പറയാനില്ലാതെ നിങ്ങൾക്ക് വേറെ എന്താ പണി? നിങ്ങൾ ചോദിച്ചതെല്ലാം തന്നില്ല എൻ്റെ ഉപ്പ. എന്താണ് നീ കിടന്ന് കുറയ്ക്കുന്നേ? നിന്നെ ഞാൻ എന്നാ ചെയ്യല്ലേ, എന്നാ ചെയ്യല്ലേ, എന്നെ അടിക്കല്ലേ, എൻ്റെ മുടി വിട്, എന്നാ ചെയ്യല്ലേ. ഹലോ ഹലോ സന, എന്തൊന്നും മിണ്ടാത്തേ? ഹലോ ഹംദ, നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? എനിക്ക് വയ്യ ഹംദ, മടുത്തു. ഇതുപോലൊരു നരകം എനിക്കിനി അനുഭവിക്കാനില്ല. മതിയായി. നീ വിഷമിക്കാതെ സന, എല്ലാം ശരിയാവും. ഞാൻ നാളെ രാവിലെ ഇന്ന് ഉപ്പാനോട് പോയി സംസാരിക്കാം. നീ വെച്ചോ. ആരോടാടി നീ മിണ്ടുന്നേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഉള്ളപ്പോ മാത്രം നീ ഫോൺ വിളിച്ചാ മതിന്ന്. നീ നിന്റെ ഒരു ഫോണും ഇങ്ങോട്ട് വാടി. എന്നെ മുടി വിട്, എന്നെ അടിക്കല്ലേ, എന്നെ ചെയ്യല്ലേ, എന്നെ അടിക്കല്ലേ, എന്റെ മുടി. ഇനി അയാൾ എന്നെ തല്ലില്ല. ആത്മഹത്യ പരിഹാരമല്ല, നഷ്ടമാണ്, നിങ്ങളുടെ മാത്രം നഷ്ടം. ദുഷ്ടരായ മനുഷ്യർക്ക് വേണ്ടി നാം എന്തിനാണ് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുത്തുന്നത്? മാതാപിതാക്കളോട് സ്വന്തം മകളെ സ്ത്രീധനം നൽകി മകളെ പടിയിറക്കുമ്പോൾ സ്വന്തം വീട്ടിലും അവൾക്കൊരു ഇടം വേണം. അവൾക്ക് തിരിച്ചു വരാൻ, വെല്ലുവിളികളെ അതിജീവിക്കാൻ. നന്ദി, നമസ്കാരം.